ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ട് ടോപ്പ് സിംഗറിൽ ക്വാർട്ടർ ഫൈനൽ പെർഫോമൻസുകൾ ഇങ്ങനെ കിടിലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം ക്വാർട്ടർ ഫൈനൽ എത്തിയപ്പോൾ ഇത്രയും നാളുള്ള പെർഫോമൻസുകൾ പോലെയല്ല, എല്ലാവരും കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ട് അവരുടെ മാക്സിമം കൊടുത്ത് പെർഫോം ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് അതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നും അങ്ങനത്തെ നല്ല ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാൻ പോവാണ്, ഒരുപാട് നല്ല പെർഫോമൻസുകൾ നമ്മൾ കാണാൻ പോവാണ്. തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. വെൽക്കം മീനുകുട്ടി. താങ്ക് യു. എന്ത് പറയുന്നു എന്റെ മകൾ? എനിക്ക് നല്ല സുഖാണ്. അതിന്റെ കൂടെ ക്വാർട്ടർ ഫൈനൽ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുറച്ച് ഊർജ്ജ കൂടുതലുണ്ട് എനിക്ക്. എന്തായിരിക്കും നടക്കാൻ പോന്നേ? എന്നുവെച്ചാൽ മുന്നേ നമ്മൾ കണ്ടൊക്കെ ക്വാർട്ടർ ഫൈനലിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, ഇനിയിപ്പോ 2 പെർഫോമൻസുകളും കൂടിയേ ബാക്കിയുള്ളൂ എല്ലാ ആൾക്കാർക്കും. അതെ, അപ്പൊ എന്താവും എന്നറിയാനായിട്ടൊരു രാഗം. എന്ത് തോന്നുന്നു ഇതുവരെയുള്ള പെർഫോമൻസ് കണ്ടിട്ട്? എനിക്ക് പേടി തോന്നുന്നു. പേടിയാണോ? എന്ന് വെച്ചാ ഇനിയിപ്പോ സെമി ഫൈനൽ ആയില്ല, ഇപ്പൊ തന്നെ വേഗം. നമുക്ക് പാട്ട് അറിയില്ലെങ്കിലും പേടി വരും, മനസ്സിലായോ? എന്ന് വെച്ചാ ഇവരിങ്ങനെ നിക്കുമ്പോ ഇവിടെ പാട്ട് കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങൾ 3 ആളും കൂടി ഡിസ്കസ് ചെയ്യില്ലേ, അപ്പൊ ഇവരുടെ ചങ്കടിക്കുന്നത് എനിക്ക് ഇവിടെ നിന്നിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ പേടിക്കുവാ. എന്ന് വെച്ചാ ഇനി ഇല്ലല്ലോ, അധികം ദൂരം ഇല്ല. എന്തോ ചങ്കുകളല്ലേ, അതെ. അപ്പൊ ഒരിക്കലും ചങ്കടിപ്പ് കൂട്ടൂല. അതെ, ചങ്കിന്റെ മിടിപ്പിന്റെ കൂടെ നിൽക്കും. ആയിക്കോട്ടെ, അങ്ങനെയല്ലേ? അപ്പൊ നമ്മളെ മക്കളൊക്കെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യണം. അതെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പക്ഷെ ടെൻഷൻ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അവര് ഓരോരുത്തരും അവരുടെ ടാലന്റിനനുസരിച്ചുള്ള പെർഫോമൻസ് ഇവിടെ വേണമേ. ഓരോരുത്തർ വരുമ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതെ, അത് ഒരു പെർഫോമൻസ് മാത്രമല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്ത പെർഫോമൻസും അതിന്റെ അപ്പുറത്തതും ഒരുപോലെ അതായത് നമ്മൾ കമ്പാരിറ്റീവ് മാർക്സ് അല്ല കൊടുക്കുന്നത്. അതായത് ഒരാള് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തല്ല, ആ പെർഫോമൻസിന് അയാൾക്കുള്ള മാർക്കാണ്. അയാൾക്കുള്ള മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ അയാൾ എന്തായിരുന്നോ അതിൽ നിന്ന് എന്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് താഴെ പോയിട്ടുണ്ടോ, അതിനനുസരിച്ചാണ് മാർക്ക് കൊടുക്കുന്നത്. അത് എല്ലാ പ്രേക്ഷകരും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. മിനുകൂടാ, എന്തോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാലോ. തുടക്കല്ലേ? സ്ട്രെസ് ഉണ്ടോ കുറച്ച്? പേടി ഇല്ല, യാതൊന്നുമില്ലല്ലേ? ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഡിസ്ട്രെസ് ചെയ്യണ്ടേ, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ പൊന്തി വരുമല്ലേ, അല്ലേ? അപ്പൊ പ്രാർത്ഥിക്കാം നമുക്ക്. ആയിക്കോട്ടെ. അതിന് നമുക്ക് പാർവണയുടെ അനീതിയുണ്ട്, പ്രാർത്ഥന. അയ്യോ, അതെന്റെ മെയിൻ ആളായിരുന്നു, ആ ഗുളു അറിയോ? നമ്മുടെ പാത്തുവാണ്. അതെ, ആ സീസൺ കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഞാൻ ഡിപ്രഷനിലായിരുന്നു. പാത്തുകൂടാ, പാത്തു എന്തു പറയുന്നു? എന്താ ഇവിടെ പാടാത്ത? രാവിലെ എണീച്ച് പോരണ്ടി. അതൊന്നും പറ്റില്ല നമുക്ക്, ഈ രാവിലെ എണീറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടി കേൾപ്പിക്കോ? എനിക്ക് ഈ പാട്ട് ശ്രാവണ ചന്ദ്രിക. ഓക്കെ, ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികൾ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികൾ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. സൂപ്പർ. നമുക്ക് ഒരു കൊമ്പ് വെച്ച് കൊടുക്കാം അല്ലേ? വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ കയ്യില്? ഇത് പാട്ടാ ഇഷ്ടം പോലെയാ. ചെറിയ പാട്ടൊന്നും പാടില്ല കേട്ടാ. കദളി കൺകദളി ചെങ്കദളി. പഠിക്കോ. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണു പുകാരാ. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണു പുകാരാ. മുകളിൽ ജില 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 ചിങ്കിലമോടെ മുകിൽ പൂ
വിടർത്തും പൊൻകുട കീഴേ മുകളിൽ ജില 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ വരല്ലേ നീ വനമാലി തരില്ലേ താമര താലി തെയ്യാറ് തെയ്യാറ് താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. എനിക്ക് വയ്യ. അപ്പൊ നന്നായിട്ട് പാടണം കേട്ടോ. പഠിക്കട്ടോ. മിടുക്കിയാണേ. ശരി, ഒരു ബൈ കാണിക്കേ, ചാച്ച കാണിക്കോട്ടെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് പാത്തുവിന്റെ കഥ. യെസ്. വരത്തില്ല, പാടത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നടത്തിക്കോ. അതെ, വേണേ വല്ലപ്പോഴും ഗസ്റ്റ് ആയിട്ട് വന്ന് 1-2 പാട്ട് പാടിത്തരാം. അപ്പൊ നമ്മുടെ പാട്ടുകാരനാരാണ്? നമ്മുടെ ഇപ്പൊ വരാൻ പോകുന്ന പാട്ടുകാരൻ ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കാനായിട്ട് 2ാമത്തെ പെർഫോമൻസുമായിട്ട് നമ്മുടെ ജഗത് കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ജഗത് ഓൺ സ്റ്റേജ്. എന്റെ പാട്ട് സപ്പോർട്ട് ചെയ്യാൻ അച്ഛന്റെ അനിയനും ഫാമിലി വന്നിട്ടുണ്ട്. ഹലോ, വളരെ സന്തോഷം. അപ്പൊ അച്ഛന്റെ മകൻ ഇന്ന് ഇതാണ് പാട്ട്. ഇന്ന് സുമംഗലി നീ ഓർമ്മിക്കുമോ? ഭയങ്കര സങ്കടമാണല്ലോ. കരയിക്കോ? പഴയ സോങ്സ് കിട്ടിയാൽ മൂപ്പർ തകർക്കും. അടിപൊളി പാടും. യെസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഗ്ഗു. താങ്ക് യു. നന്നായി പാടണേ. യെസ്. ജഗ്ഗു പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാരും QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ൂട
സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. സൂപ്പർ. താങ്ക് യു. ജഗു എന്തോ സുന്ദരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. എന്ന് പറഞ്ഞാൽ വളരെ ജെന്റിൽ ടച്ചസ് ആയിരുന്നു, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സാർ. മൗനത്തിന് എപ്പോഴും മൗനം തന്നെ കൊടുക്കണം. പെയിൻ എക്സാജറേറ്റ് ചെയ്യണ്ട. പാട്ടുകാരൻ കരേണ്ട ആവശ്യമുണ്ടോ? ഒരു പാത്തോസ് സോങ് പാടുമ്പോൾ ഒരിക്കലുമല്ല. അത് അവിടെ ടച്ച് ചെയ്താൽ മതി. എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത് അവിടെ വളരെ ജെന്റിലായിട്ട് ടച്ച് ചെയ്താൽ മതി. അത് നീ വളരെ മെച്ചോർഡായിട്ട് ചെയ്തിട്ടുണ്ടോ? സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. അതാണ് മിടുക്ക്, അതാണ് ഇന്റലിജൻസ്. എത്രയാണോ കൊടുക്കേണ്ടത് അത് മാത്രം കൊടുക്കുക. അപ്പൊ ജഗ്ഗു ഈ പാട്ടിൽ എവിടെയൊക്കെയാണ് സംസാരിക്കണം? നമ്മളോട് ഒരു കഥ പറയല്ലേ, പിരിഞ്ഞു പോയ കഥയും അതിലെ സങ്കടങ്ങളും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നതും അല്ലെ, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുന്ന പോലെ അല്ലെ. അപ്പൊ ഞാൻ പഴയൊരു ബാബുക്കട പാട്ട് ഇങ്ങനെ ഓർക്കുന്നത്, ഈ സിമിലർ ഒരു രാഗത്തിന്റെ ഒരു ശീലം വരുന്നത്. അതിലും നമ്മൾ അനാവശ്യമായിട്ട് സങ്കടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സങ്കടം കൊണ്ടുവരാൻ എക്സാജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിതിൽ എഴുതുമ്പോ കരയരുതാരും കരളുകളുരുകി കരയരുതേ വെറുതേ ആരും കരയരുതേ വെറുതേ. അപ്പൊ ഈ എക്സാജറേഷൻ ഇല്ലാത്ത അല്ലേ, അങ്ങനെയല്ലേ ഉണ്ണിച്ചേട്ടാ? ഉണ്ണിച്ചേട്ടന് ഒരുപാട് പാത്തോസ് സോങ്സ് ഒക്കെ പാടി ഇങ്ങനത്തെ പാട്ടുകൾ അല്ലേ? ഈ 70s to 80s ഇങ്ങനത്തെ പാട്ടുകളുടെ നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എസ്പെഷ്യലി ഇതുമായിട്ട് ഈ ഒരു വിരഹഗാനങ്ങളും സങ്കടം ഒക്കെ ഉള്ള ആയിരം വാസരായാലും ശരി, പ്രേമ ഭിക്ഷുകി, പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ, ആയിരം വാസരങ്ങൾ, അങ്ങനത്തെ ഈ പാട്ടുകളെല്ലാം നമ്മുടെ ജീവിതത്തോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന പാട്ടുകളാണ്. കാരണം എക്സാജറേറ്റ് ചെയ്യാതിരിക്കുക. അത് ദാസേട്ടൻ പാടിയിട്ടുള്ളതും ഒരു കറക്റ്റ് മെഷറിലാണ്. ആ മെഷർ ഇന്ന് കറക്റ്റ് ആയിട്ട് പെർഫോമൻസ്. അത് നമ്മള് അന്ന് കോമ്പറ്റീഷനൊക്കെ പാടുമ്പോൾ കൂട്ടൻ കേൾക്കാനുള്ളൊരു അവസരമില്ല. അന്ന് നമുക്ക് ടേപ്പ് റെക്കോർഡേഴ്സ് ഒന്നുമില്ല. അപ്പൊ സിനിമ പോയി കണ്ടിട്ട് അത് പഠിച്ച് കോമ്പറ്റീഷന് പോയി പാടുക, പ്രൈസ് വാങ്ങുക, ഇതായിരുന്നു അന്നത്തെ ത്രില്ല്. ഈ പാഠപുസ്തകം കിട്ടുമല്ലോ അന്ന്. അപ്പൊ പാഠപുസ്തകമായിരുന്നു നമ്മുടെ ഒരേ ഒരു ആക്സസ് അതിനോട്. യെസ്. അപ്പൊ അങ്ങനെ പഠിച്ച പാട്ടുകളും അങ്ങനെ പാടി പ്രൈസ് വാങ്ങിയ പാട്ടുകളാണ് ഇതൊക്കെ. ദേവര മാസ്റ്റർ പറയും, ആദ്യത്തെ സുമംഗലിയില്ലേ, അത് മാസ്റ്റർ എപ്പോഴും ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെയാണെന്ന്. സരിമപ അങ്ങനെ സുമംഗലി നീയോർമ്മിക്കുമോ, അങ്ങനെയാണ്. അങ്ങനെ ഒന്ന് പാടി കേൾപ്പിക്കാം വെറുതെ. സുമംഗലി അങ്ങനെ പാടി ഭയങ്കര രസമായിരിക്കും. ബിഗിനിങ്ങിൽ തുടങ്ങി കഴിഞ്ഞാൽ അത് അങ്ങനെ പാടിപ്പിക്കാറുണ്ടായിരുന്നു പണ്ട്. അതിന്റെ ഓർമ്മ സുമംഗലി പിന്നെ വരുന്നുണ്ടല്ലേ, സുമംഗലി അങ്ങനെ വരും. പല സുമംഗലിക്ക് പല വേർഷൻസ് ആണ്. അതാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് എന്നാണ് അല്ലേ. ഈ കഥയിലെ അതെന്തോ ഫസ്റ്റ് പല്ലയിൽ ആ കഥയിലെ മാത്രം എനിക്ക് അത്രയും കഥ പറഞ്ഞായിട്ട് തോന്നിയില്ല. ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. പിന്നെ വേറൊരു കഥയില്ലാതെ പോയിട്ടുണ്ട്. പിരിഞ്ഞു പോകും നിനക്കിനി ഈ കഥ. ആ സാ ചേർന്നില്ല. ഒന്ന് പാടാമോ? പിരിഞ്ഞു പോകും നിനക്കിനി കഥ. ഈ കഥ പാടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടും സായാണ്. കൃത്യ സായാണ്, ഥായും സായാണ്. അത് രണ്ടും കറക്റ്റായിട്ട് അവിടെ നിന്നാലേ അത് കുറച്ച് ടഫാണ് അങ്ങനെ പാടാനായിട്ട്. പക്ഷെ മറക്കുവാനേ കഴിയൂ എന്ന് പാടിയത് ഊക്കറിനായിരുന്നു. ഭയങ്കര ഫീലായിരുന്നു ഒത്തിരി. അതുപോലെ കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകെട്ടും ഹൃദയം. ഫീൽ ചെയ്തടാ എന്ന് പറഞ്ഞാ ഈ കേൾക്കുന്നവരെ അവരെ കരയാൻ പ്രേരിപ്പിക്കുകയല്ല, അവരെ ഒരു പെയിനിന്റെ മോഡിലേക്ക് കൊണ്ടുവന്നുള്ളത്. ടു ട്രാൻസ്പോർട്ട് ദം. അതാണ് എപ്പോഴും വേണ്ടത് ഒരു പാട്ടുകാരൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്തോ ഒരു ഭാരം തോന്നും. വേറൊരാൾ അനുഭവിക്കുന്ന ഒരു ദുഃഖമാണെങ്കിൽ പോലും
ആ ദുഃഖം നമ്മുടേത് കൂടിയാണോ എന്ന് തോന്നിപ്പിക്കും, ഒരു മേക്ക് ബിലീഫ് വരും. അതാണ് ഈ പാട്ട് ചെയ്യേണ്ടത്. ആ പെയിൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. അത് മിടുക്കനായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. ഈ ഗാനം എന്ന് പറയുന്നത് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ വന്നിട്ടുണ്ടായിരുന്നു. വെരി എൻഡില് നിർത്തിയത്. സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. അത് അനാവശ്യമായിട്ട് സസ്റ്റെയിൻ ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇത്രയും ലെങ്ത് വേണ്ട. ഈ ഗാനം ഇത് അടുത്ത എപ്പിസോഡ് വരെ, അടുത്ത എപ്പിസോഡിലിട്ട് അത്ര വേണ്ട. അത് ഒന്ന് ഒരു ക്രിസ്റ്റൻഡോ വന്ന് ഒരു ഡിമിനൻഡോ വന്ന് അവസാനിക്കണം. ഈ ഗാനം മതി. ഈ ഗാനം ഇടിച്ചു ഞാൻ കുറഞ്ഞു പോയാ? ആ എന്തോന്നേ നിന്റെ ഇടയ്ക്ക് വരട്ടെ. ഈ ഗാനം. ആ അത് കറക്റ്റായിട്ട്. പക്ഷെ മൈക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പാടില്ല. അത് പതുക്കെ ഒരു എങ്ങനെയാണോ ഫേഡ് ഔട്ട് ആ രീതിയിൽ മൈക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് ടെക്നിക്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് മൈക്ക് മൂവ് ചെയ്യാതെ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഇന്ന് നടുക്ക് നിന്നാണ് തൃശങ്കുല് നിന്നാണ്ടല്ലോ ഇടിക്കാൻ. ആ ഒരൊറ്റ. ആ ഓക്കെ ഓക്കെ മോനെ, ഗുഡ് ഗുഡ്. ജഗത് കിഷോർ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. നന്നായി പാടി കേട്ടോ. താങ്ക് യു സാർ. വളരെ എന്താ പറയാ, ഒരു ഹൈലൈറ്റുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. മറക്കുവാനേ കഴിയൂ, കൂടുകൂട്ടും ഹൃദയം, പിന്നെ വിരിഞ്ഞ പൂവിനും വീണ പൂവിനും എല്ലാം ഭംഗിയായിരുന്നു മോനെ. താങ്ക് യു സാർ. ഗ്രാൻഡ് ആയിരുന്നു. ഈ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിൽ ഇഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് മോൻ എത്ര കണ്ട് അതിനോട് ജസ്റ്റിഫൈ ചെയ്യും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഏത് പഴയ പാട്ട് പാടിയാലും അതിനോടൊരു നീതി പുലർത്താറുണ്ട്. അത് ഇന്നും ഉണ്ടായി. വളരെ ഭംഗിയായിട്ട് പാടി. ആൻഡ് ചില ഭാഗങ്ങൾ എക്സലൻ്റ് ആയിരുന്നു. അതൊക്കെ ശരിക്കും നമ്മൾ മനസ്സ് തൊട്ട് ഹൃദയം തൊട്ടു നമ്മുടെയൊക്കെ. അല്ലേ? ആ പാട്ടിൻ്റെ ഒരു പൾസ് അറിഞ്ഞ് അതിൻ്റെ ഒരു നമ്മളെയൊക്കെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് പാടാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. കീപ് ഇറ്റ് അപ്പ്. ജഗു, എന്തോ ഈ പാട്ടിലത്തെ ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കും തോന്നിയത് കേട്ടോ. ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് കുറെ നാൾക്ക് ശേഷമാണ് ജഗുവിന്റെ ഒരു പെർഫോമൻസിൽ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പെയിൻ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ റേഡിയേറ്റ് ആവുക എന്ന് പറയില്ലേ, അവിടെ നിന്നുള്ള ഫീലിങ്സ് ഇങ്ങോട്ടേക്ക് എത്തിയതുപോലെ ഫീൽ ചെയ്ത ഒരു പെർഫോമൻസ് കുറേ നാള് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ജഗുവിന്റെ ഒന്ന് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും അതിന്റെ ഒരു സുഖവും ഇന്നത്തെ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ അമോങ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ് കേട്ടോ. അത് സംശയമൊന്നുമില്ല. മിടുക്കനായിട്ട് പെർഫോം ചെയ്തു. അത് ആദ്യം തൊട്ട് എൻഡ് വരെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജഗ്ഗുവിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു പെയിൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആ പെയിൻ അത് എത്രത്തോളം ജഗ്ഗുവിന് അത് മനസ്സിലാക്കിയിട്ടാണ് അത് പാടിയത് എന്നറിയില്ല. പക്ഷെ പാടിയ സാധനം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പാട്ടിന് എന്താണോ വേണ്ടത് നന്നായി കൺസീവ് ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ജഗ്ഗു. അത് അടിപൊളിയാണ്, സൂപ്പർ. അത് ക്വാർട്ടർ ഫൈനലില് ഈ ഒരു മെച്യൂരിറ്റിയാണ് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത് ജഗ്ഗുവിന്റെ അടുത്ത് നിന്ന് കേട്ടോ. പിന്നെ എനിക്ക് അനുപല്ലവിയില് ബ്രെത്ത് യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്, അതും ഫീൽ ചെയ്തു. നല്ല ബ്രെത്ത് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ജഗ്ഗുവിന്. പിന്നെ ഈ കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും, ആ ഒരു ഭാഗമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഓവറോൾ വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ് ജഗ്ഗു. താങ്ക് യു സാർ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ജഗ്ഗുവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കേട്ടോ. മിടുക്കൻ. താങ്ക് യു. ഇന്നത്തെ മോന്റെ ബ്യൂട്ടിഫുൾ പെർഫോമൻസിന് വി ആർ ഗിവിംഗ് യു 97.75 ഔട്ട് ഓഫ് 10. അപ്പൊ ജഗ്ഗു, ഇനി നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസിന് കാണണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. ബൈ. ഗുഡ് നൈറ്റ്.